ആഭ്യന്തര സംഘർഷം കൊടുമ്പിരികൊള്ളുന്ന സുഡാനിൽ നിന്നുള്ള ഭയാനകരമായ വാർത്തകൾ കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. 2023 ഏപ്രിൽ മുതൽ ഇതുവരെ 9.2 ദശലക്ഷം ആളുകളാണ് ഇവിടെ നിന്ന് നിർബന്ധിതമായി കുടിയിറക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറിയ പങ്കും രാജ്യത്തിനകത്തും അയൽ രാജ്യങ്ങളിലുമായി ചിതറിക്കപ്പെട്ടിരിക്കുന്നു. UN അഭയാർത്ഥി ഏജൻസി പുതുതായി എത്തുന്നവരെ രജിസ്റ്റർ ചെയ്യാനും അവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാനും പാടുപെടുകയാണ്. സർക്കാരിതര സംഘടനകൾ രാജ്യത്ത് സജീവമല്ല. ദിവസേന രാജ്യത്ത് ഏറ്റുമുട്ടലുകൾ നടക്കുന്നു. ഗവൺമെൻറ്റും സായുധ സേനയും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് മിലിഷ്യയും തമ്മിലുള്ള സംഘർഷം സർക്കാർ സ്വകാര്യ സൗകര്യങ്ങളുടെ നാശത്തിലേക്ക് നയിച്ചതായും ആളുകൾ പട്ടിണി, വൈദ്യസഹായം, വെള്ളം ഉൾപ്പെടെയുള്ള ആവശ്യ വസ്തുക്കളുടെ അഭാവത്താൽ കഷ്ടപ്പെടുകയാണെന്നും ബിഷപ്പ് ടോംബെ ട്രിലെ പറഞ്ഞു. ക്രൂരമായ സംഘർഷം അവസാനിക്കാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്ന് ബിഷപ്പ് ടോംബെ ആഹ്വാനം ചെയ്തു. സമാധാനത്തിനായി നിലവിളിക്കുന്ന ജനങ്ങളുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും ശബ്ദം കേൾക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അജപാലന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ലെന്നും ബിഷപ്പ് പറഞ്ഞു. വിശുദ്ധ കുർബാനകൾ, കൂദാശകൾ എന്നിവയ്ക്ക് പോലും ബുദ്ധിമുട്ടുകൾ നേടുന്നുണ്ട്. നേരത്തെ 2 മണിക്കൂർ കൊണ്ട് എത്തുമായിരുന്ന സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ 2 ആഴ്ചയെങ്കിലും എടുത്ത് യാത്ര ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. മിക്ക ഇടവകകളും ശൂന്യമാണ്. ഇടവകാപരമായ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് പറഞ്ഞ ബിഷപ്പ് പരസ്പരം ആശ്വസിപ്പിക്കാനും പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്താനും വിശ്വാസികളോട് ആവശ്യപ്പെട്ടു.